പ്രിയനന്ദൻ ചേട്ടൻ്റെ മറുപടി പ്രസംഗമാണ്. അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ വെല്ലൂർ സാംസ്കാരിക കൂട്ടായ്മയുടെ പേരിൽ മറുപടി പ്രസംഗത്തിനായി പ്രിയനെ ക്ഷണിക്കുന്നു. ഇത് പോരാട്ട നല്ലൊരു കൈയടിയോടുകൂടി നമ്മുടെ നാടിൻ്റെ അഭിമാനായ പ്രിയനെ നല്ലൊരു കൈയടിയോടുകൂടി ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ കൗൺസിലർ പോളി ജോസ്, യോഗം ഉദ്ഘാടനം ചെയ്ത പ്രിയ സുഹൃത്ത് പ്രേംലാൽ, പ്രിയ കവി കുരീപ്പുഴ ശ്രീകുമാർ, പ്രിയ ശശികേട്ടൻ, സുജാത, സദസ്സിനും പേരെടുത്ത് പറയാവുന്ന മുഴുവൻ സുഹൃത്തുക്കളുണ്ട്. പനി പിടിച്ചതിൻ്റെ ഒരു വേറെയിലാണ്. ഞാനിതിനെങ്ങനെ നന്ദി പറയും എന്നെനിക്ക് അറിയില്ല. വളരെ അവിചാരിതമായിട്ടാണ് ഇങ്ങനെ എഴുത്തുകാരൻ്റെ 25 വയസ്സായെന്ന് പറയുന്നത്. അത് രേവതി സ്റ്റുഡിയോയിൽ വെച്ച് പറയുമ്പോൾ അവിടെ ജോസ് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ പ്രിൻസൻ പറഞ്ഞിരുന്നു അത് നമ്മൾ അവണിശയിൽ നമ്മൾക്ക് ഇത് ആഘോഷിക്കണം എന്നൊക്കെ പറയും. പക്ഷെ അത് വളരെ പെട്ടെന്ന് നേരെ വെല്ലുവിളിക്ക് തിരിയാനുണ്ട്. അത് നേരത്തെ തന്നെ നടപ്പാക്കാൻ ജോസ് തീരുമാനിച്ചത്. ഞങ്ങൾ പല സ്ഥലങ്ങളും പോയി കണ്ടു. ഇപ്പോൾ സിനിമയുടെ ഒരു പ്രദർശനമായിട്ട് നടത്താൻ പറ്റുന്ന ഇടങ്ങളായിരുന്നില്ല. അവസാനം വല്ലപ്പള്ളി സ്കൂളിൽ നിന്നിട്ട് വന്നപ്പോഴാണ്, ഇവിടെ എങ്ങനെയൊക്കെ ആലോചിച്ചപ്പോഴാണ് പോളി വളരെ ധൈര്യപൂർവ്വം പറഞ്ഞിവിടെ നടത്തിക്കോ, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റുവന്നത്. ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടത് ഗോപികൃഷ്ണനാണ്. ഗോപികൃഷ്ണൻ വരാൻ പറ്റില്ല എന്നൊരു തടസ്സം പറഞ്ഞു. പിന്നെ നമ്മൾ ആരെയാണ് പെട്ടെന്ന് വിളിക്കുക? ഞാൻ ആലോചിച്ചു എന്താ ചെയ്യുക. ഞങ്ങൾ സംഘാടകരോട് ചോദിച്ചപ്പോഴും പറഞ്ഞു ഞാൻ ഒരിക്കലും പ്രേമനെ വിളിക്കാം. നമുക്ക് അങ്ങനെ നമ്മളെ ചേർത്ത് വയ്ക്കുന്ന ഒരുപാട് ആളുകൾ, അവരെ അല്ലാതെ നമ്മൾക്ക് അങ്ങനെ ഒരു രീതിയിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡായ ആളുകൾ അങ്ങനെ പെട്ടെന്നൊന്നും വരില്ല. അവർ പകരക്കാരായിട്ടൊന്നും വരില്ല. അല്ലെങ്കിൽ സ്നേഹപൂർവ്വം ശ്രീകുമാരേട്ടൻ വന്ന പോലെയൊന്നും ആളുകൾ വരണമെന്നൊന്നുമില്ല. നമ്മുടെ ആളുകളുടെ മനസ്സൊന്നും അത്ര വലുതായിട്ടൊന്നുമില്ല, ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. ഇവിടെ ശശിയേട്ടൻ പറഞ്ഞതുപോലെ സിനിമ എൻ്റെ ഒരു വലിയ ലഹരിയൊന്നും ആയിരുന്നില്ല. നാടകം കളിച്ച് കളിച്ച് മുടിഞ്ഞു പോയ ഒരാളാണ്. നാടകം കൊണ്ട് പഠിച്ച ഒരാളാണ്. ജീവിക്കാൻ നാടകം തന്നെയാണ് ഒരു വഴി വിചാരിച്ചിട്ട് ഒരു 6 മാസക്കാലം പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ പോയി. പക്ഷെ ഞാനറിഞ്ഞ പഠിച്ച നാടകമല്ല, ഒരു തരത്തിലും ബന്ധമില്ലാത്ത, മനുഷ്യൻ്റെ സ്നേഹമില്ലാത്ത ഒരു സ്ഥലമാണ്. വെറുതെ പോയി കളിക്കുക, കാശ് വാങ്ങി തിരിച്ചു പോരുക എന്നല്ലാതെ ഒരു ചേർത്ത് നിൽപ്പിൻ്റെ ഒരു ഇടല്ല. അപ്പം ഞാൻ അവിടെ നിന്ന് വിട പറഞ്ഞിട്ട് ഞാൻ പോന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ നാടകം കളിക്കുമ്പോൾ ഞാൻ കപ്പലിട്ട് വിറ്റ് നടന്നാൽ പോലും പ്രൊഫഷണൽ നാടകത്തിൽ വിളിക്കാൻ പോയിട്ടില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് സിനിമ പഠിച്ചാലോ എന്നുള്ളത്. അതും പഠിക്കാവുന്ന ഒരിടാണ്. കുറേ സ്ഥലങ്ങളിൽ പോയി ചോദിച്ചു. ആരുടെ കൂടെ നിർത്താനുള്ളൊരു വിദ്യാഭ്യാസ യോഗ്യതയൊന്നും നമ്മുടെ കയ്യിലില്ല. ആകെ കുറേ നാടകം കളിച്ചു, ചേട്ടൻ പറഞ്ഞ പോലെ കുറേ നാടകം കളിച്ചൊന്നും എക്സ്പീരിയൻസ് അല്ലാതെ കുറേയേറെ നടനുള്ള അവാർഡ് കിട്ടിയെന്നല്ലാതെ വേറെ എന്ത് പറഞ്ഞാലും നിർത്തുക എന്നുള്ളതാണ്. അങ്ങനെ ചേർപ്പിലെ CD ജോൺസനോട് പറഞ്ഞിട്ടാണ് മണിലാലിനെ പരിചയപ്പെടുത്തിയത്. മണിലാലാണ് ആദ്യം ചേർത്ത് നിർത്തിയത്. എൻ്റെ പേര് ബിഗിനിങ് എന്നായിരുന്നു. അതിൽ നിന്ന് പിന്നെ KR മോഹനെ കണ്ടു, PT കുഞ്ഞുമോഹനെ കണ്ടു. അങ്ങനെ നമ്മൾ പഠിക്കുകയാണ്. ജീവിതമില്ലാത്ത കട്ടപ്പൊക്കെയാണ് കേട്ടോ. കല്യാണം കഴിഞ്ഞ് കുട്ടികളായിട്ടാണ് സിനിമ പഠിക്കാൻ പോകുന്നത്. അത്രയേറെ കട്ടപ്പൊക്കെയാണ്. എങ്ങനെയാണ് മുന്നോട്ട് പോകാമെന്നൊന്നും നമുക്കറിയില്ല. വീട്, കടം, പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. പിന്തിരിഞ്ഞില്ല എന്നുള്ളത്, തോറ്റുമടങ്ങുന്നില്ല എന്നൊരു നിശ്ചയം മാത്രമേ. അപ്പോഴും നമ്മൾ KR മോഹനേട്ടൻ ചോദിച്ചതിനോട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വിളിക്കുന്ന സമയത്ത് ചോദിച്ചു, എൻ്റെ 3 സിനിമയും
പുറത്തിറങ്ങിയിട്ടില്ല. നീ എന്തിനാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്കെന്തോ അങ്ങനത്തെ സിനിമയോടാണ് ഇഷ്ടം. ഞാൻ അങ്ങനത്തെ ഒരു സിനിമാക്കാരനാവണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അറിയാം, അപ്പോഴും അവിടെ നമുക്ക് വേണ്ട ആളുകളൊന്നും ഉണ്ടാവില്ല എന്നറിയാം. അങ്ങനെയാണ് നിന്നത്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന കാലത്ത് തന്നെ ഒരുപാട് ചെയ്ത മനുഷ്യരുണ്ട്. നാടൻ കളിച്ച് കഴിഞ്ഞു പോയിട്ടുള്ള സ്ഥലങ്ങളിൽ ഓരോ പ്രദേശത്തെ മനുഷ്യരും നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. നാടൻ കളിച്ച് നടക്കുന്ന ഇടങ്ങളിലെ മനുഷ്യരെ നമ്മൾ ചേർത്ത് പിടിക്കും. അവർക്കാണ് അതിൻ്റെ ഒരു വിലയും അതിൻ്റെ മൂല്യവും ഒക്കെ തിരിച്ചറിയുള്ളൂ എന്നുള്ളതാണ്. ഓരോ പ്രദേശത്തും അത്തരം നാടകക്കാരെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ തോറ്റുപോകുന്നു എന്ന് നമ്മൾ കരുതുന്ന മനുഷ്യരാണ് ലോകത്തെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെയൊന്നും ആളുകൾക്ക് അത്ര വില കാണണമെന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇരിക്കുമായിരുന്നില്ല. അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ ബലി കൊണ്ടാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. അവരത്ര നിസ്സാരക്കാരായിട്ടുള്ള മനുഷ്യരല്ല. ചാക്കോ മാഷാണ് എനിക്ക് ആദ്യമായിട്ട് നാടകം ഞാൻ വല്ലത്ര ചെയ്യുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നൊരാൾ. പിന്നീട് എത്രയോ കാലങ്ങളോട് നമ്മളോട് ഒപ്പം നിന്ന നിരവധി മനുഷ്യരങ്ങനെ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ സമയത്തും നമ്മൾ തോൽക്കില്ല എന്ന് നമ്മളെ ചേർത്ത് പിടിച്ചു പോയിട്ടുള്ള ഒരുപാട് മനുഷ്യർ. നെയ്ത്തുകാരൻ ഷൂട്ട് ചെയ്യാൻ വന്നിട്ട് ആനക്കല്ലിൽ നിന്ന് ആദ്യത്തെ ദിവസമാണ് നമ്മൾ അറിയുന്നത് അതുവരെ പടം പിടിക്കാന്ന് പറഞ്ഞ പ്രൊഡ്യൂസറില്ല, അയാൾ സൗകര്യമില്ല. കാരണം അയാൾ പറയുന്ന വിധത്തിൽ സിനിമയെ മാറ്റാൻ ഞാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ ഇന്നും ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലുള്ള ആളുകൾ എന്നോട് പറഞ്ഞത്, ലോക സിനിമയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും, എനിക്ക് ഇപ്പം തന്നെ എന്താ കോംപ്രമൈസ് ചെയ്ത് അയാൾ പറഞ്ഞാൽ എന്താ തെറ്റെന്നുള്ളത്. ഞാൻ പോയി പണി നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കിടക്കുന്നത് ഒരു കുടിൽപ്പരയില. അന്ന് പടം പിടിക്കാന്ന് പറഞ്ഞ മുതലാളി വന്ന് എൻ്റെ ദാരിദ്ര്യത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഞാനൊരു വീടൊക്കെ പണിത് തരാം. ഞാൻ പറഞ്ഞു, വീട് പണിയാനാണെങ്കിൽ എനിക്ക് സ്വർണ്ണപ്പണി ഉണ്ടായിരുന്നു, ഞാൻ സിനിമ പണിയാനാണ് അതൊക്കെ വിട്ടത്. ഞങ്ങൾക്ക് സിനിമ പണിയാൻ പറ്റുമോ ചോദിച്ചു. അത് സമ്മതിച്ചില്ല. പിന്നെ പോൾ പിടിയിട്ട് തന്ന ഒരു പാൻറ്റും ഒരു ജീൻസും ആദ്യത്തെ സിനിമ ചെയ്യാൻ പോയല്ലോ, ഒരു മെനയിൽ പൊക്കോട്ടേന്ന് കരുതിയിട്ട് അവൻ തന്ന ഒരു 1500 രൂപൻ്റെ ആണ്. എന്തോ അന്ന് അത് വാങ്ങാൻ പറ്റില്ല. ആ 1500 രൂപ മൂലധനത്തിനാണ് നെയ്ത്തുകാരൻ പിറന്നത്. അവിടെ നിന്നേ വരെ അങ്ങനെയാണ്. നമ്മൾ ഒട്ടനവധി മനുഷ്യരപ്പോൾ നമ്മുടെ കൂടെ വന്നതാണ്. നമ്മൾ മുന്നിട്ടിറങ്ങി ഓരോരുത്തരായി കൂടെ വന്നതാണ്. അതെൻ്റെ മിടുക്കല്ല, ആ കരുതലോടെ നിന്ന മുഴുവൻ മനുഷ്യരും ഉള്ളതുകൊണ്ട് മാത്രമാണ്, ഞാൻ മാത്രമല്ല. പക്ഷെ എനിക്ക് അവിടെ തോൽക്കാതിരിക്കാനുള്ള ഒരു ഇച്ഛാശക്തി മാത്രമായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നത് ആ ഒരു ഇച്ഛാശക്തിയാണ്. അങ്ങനെ പലരായിട്ട് 2000, 3000, 5000 അങ്ങനെ പലതായി വന്നു. മുല്ലമാഷ് സ്വർണം കൊണ്ടുവന്നു. ഇങ്ങനെ പറഞ്ഞു തീരില്ല. അങ്ങനെ ഓരോ ആളുകളോടും നമുക്ക് അങ്ങനെ പറഞ്ഞു തീരാൻ പറ്റാത്ത കഥകളാണ്. രണ്ടാമത്തെ ആദ്യത്തെ സിനിമ എന്നോട് കൂടിയിട്ട് ഇയാൾക്ക് കുറെ കാശ് കിട്ടിയെന്നുള്ള ധാരണയില്ല. 8 ലക്ഷം രൂപയുടെ കടയിൽ കഴിക്കാറുണ്ട്. ആകെ 150 രൂപയുടെ സ്വർണ്ണം എൻ്റെ കയ്യിലുള്ളത്. അതല്ലാതെ 8 ലക്ഷം രൂപ എനിക്ക് എങ്ങനെ തീർക്കുമെന്ന് എനിക്കറിയില്ല. സിനിമ പിടിച്ച ആർക്കും വേണ്ട. ആ സമയത്ത് ആർക്കും വേണ്ട. ആരും വാങ്ങാമെന്ന് പറഞ്ഞ ചാനൽ പോലും ഉപേക്ഷിച്ചു. അവരും ടെലികാസ്റ്റ് ചെയ്തില്ല. അപ്പോൾ അത് അതിഭീകരമായിപ്പോയി. ബാക്കിയുള്ള ജീവിത അവസ്ഥ അതിഭീകരമാണ്. പിന്നെ ഇതെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. നാട്ടിലെ ഓരോ കമ്പനിക്കാരനും കടക്കാരനാണ്. എങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ചെരുപ്പൊക്കെ വീടിൻ്റെ ബാക്കിൽ കൊണ്ടുവരുന്നവർ അത് ഒരാളെ നിന്നും കടം മേടിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ കടാണ്. പക്ഷെ നമ്മൾ തോറ്റുപോയില്ല. എന്തോ കാരണം കൊണ്ട് പതുക്കെ അത് ബദൽ പ്രദർശനങ്ങൾ സംഘടിപ്പിച്ചു. അത് നാടകത്തിൻ്റെ ഊറ്റാണ്. നാടകം കളിച്ച് നടന്നതിൻ്റെ ഒരു ചങ്കൂറ്റാണ് മനുഷ്യരെ സമീപിക്കുക എന്നുള്ളത്. അങ്ങനെ അതുകൊണ്ട് അത് ടിക്കറ്റ് വിറ്റ് ഒരാഴ്ച അവിടെ കളിപ്പിച്ചു. പിന്നെ അത് ജനങ്ങൾ ഏറ്റെടുത്തു എന്നതാണ്. കേരളം മുഴുവൻ ആ സിനിമ ഏറ്റെടുത്തു എന്നതാണ്. അങ്ങനെയാണ് അതിൻ്റെ സബ് ടൈറ്റിൽ ഉണ്ടാവുന്നത്. ആ പൈസ കൊണ്ടാണ് സബ് ടൈറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയത്. സബ് ടൈറ്റിൽ കഴിഞ്ഞാൽ നമുക്കത് ഡൽഹിയിലേക്കൊന്നും അയക്കാൻ പറ്റില്ല.
അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇഷ്ടംപോലെ മനുഷ്യരുണ്ട്. ഓരോ പേരെടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ സമയം കഴിയില്ല, സിനിമ തുടങ്ങാനുള്ള കാര്യങ്ങളായി. പിന്നെയും ഇടവേളകളാണ്. നമുക്ക് 4 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ദിവസം ഓണത്തിന് വിജയൻ്റെ ഒരു വിളി വരുന്നത്. അങ്ങനെ വന്നിട്ടാണ് ഞങ്ങൾ പുലിജന്മം ഉണ്ടാവുന്നത്. പുലിജന്മം ഉണ്ടായിട്ട് പിന്നെ പറഞ്ഞ പോലെയാണ്, സ്റ്റേറ്റിൽ മികച്ച മേക്കപ്പിന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒക്കെ പ്രതിസന്ധികളാണ്, എന്ത് ചെയ്യണമെന്നുള്ള ഒരു വല്ലാത്ത ഘട്ടങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഈ വക പരിപാടി നിർത്താനല്ല, നമ്മൾ വെറുതെ ചോരൊക്കെ ഇതാക്കി നിർത്താൻ കുറേ കൂടെ നമ്മൾക്ക് ഒരു കൊമേഴ്സ്യലായിട്ട് ബന്ധപ്പെട്ടൊരു സിനിമയൊക്കെ ആലോചിക്കാം, യുക്തിരഹിതമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാനുള്ള ബുദ്ധി, അല്ലാതെ വേറെ രക്ഷയില്ല എന്നുള്ളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചു. അങ്ങനെ 2004 ഒരു മന്ദാരപ്പൂ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായതാണ്. അത് പിന്നെ വലിയ വലിയ ആളുകളുടെ മഹാന്മാരെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് ഇനി പറഞ്ഞ് നമ്മളിനി വേറെ കഥ പറയാത്തതുകൊണ്ട് അത് എല്ലാവർക്കും ചവിട്ടിക്കളയാൻ വേണ്ടിയിട്ട് നമ്മളെ മാത്രമാണ് ഉണ്ടാവുള്ളൂ. തള്ളിക്കളയുന്നവരുടെ ജീവിതമൊന്നും അത്ര പെട്ടതിൻ്റെ പുറത്തേക്ക് വരില്ല. പിന്നെ ഭാഷ പറഞ്ഞ പോലെ ആരെങ്കിലും കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതേപോലെ റോസിയെ ഉയർത്തിപ്പിടിക്കുന്ന പോലെ അതിനെക്കുറിച്ചൊക്കെ അവരൊരു കാര്യങ്ങളൊക്കെ പറയും. വലിയ വലിയ സംഘടനയുടെ ആളുകളൊക്കെയാണ്. പൃഥ്വിരാജ് അഭിനയിച്ചുകൊണ്ട് മാത്രം അഭിനയിക്കുന്നതുകൊണ്ട് ആ സിനിമ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളുടെ മഹാന്മാരുടെ പേരുകളൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അവരൊക്കെ വീരനായകരാണ്. അപ്പം നമ്മളെപ്പോലെ ചവിട്ടി കഴിക്കുന്ന കുറേ മനുഷ്യർ അന്നുണ്ട്. അതിനിടയിലാണ് വിജയേട്ടൻ വന്നത്. വിജയേട്ടൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ 2008 വിജയൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് പുതിയ സിനിമ മലയാളത്തിൻ്റെ യക്ഷിയെ പുനർനിർമ്മിച്ചാലോന്ന് ആലോചിച്ചിരിക്കുക. അപ്പോഴാണ് നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ വീണ്ടും വീണ്ടും നോക്കി ടി വി, നമുക്ക് തന്നെയാണോ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം മികച്ച സിനിമയ്ക്ക് നമ്മൾക്കറിയാം. സത്യത്തിൽ സിനിമക്കാരൻ എന്നുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന 2008 വരെ തന്നെ അതികഠിനമായ ദാരിദ്ര്യം തന്നെയാണ്. പക്ഷെ പുലിജന്മം നാഷണൽ അവാർഡ് കിട്ടിയതിന് ശേഷം പിന്നെ പട്ടിണി അടക്കേണ്ട വന്നിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. ഇതുവരെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് നമ്മളിതേപോലെ ചേർത്ത് പിടിച്ച വളരെ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അവസാനമായി ചെയ്ത സിനിമയും തപാലിക്കുകയാണ്. അത്ര എളുപ്പമല്ല അങ്ങനെ ഒരു സിനിമ ഉണ്ടാകാൻ. നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ ലോകത്ത് നമ്മൾക്ക് തള്ളിക്കളയുന്ന എല്ലാ മനുഷ്യരുടെ ഉള്ളിലും കലയുണ്ട് എന്നതാണ്. നമ്മളവരെ അവഗണിച്ചു വിടുകയാണ്. കാരണം വിൽക്കാൻ പറ്റുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മൾ അവരെ ആരും ആവശ്യമില്ല, അവരുടെ കല ആവശ്യമില്ല, ഒന്നുമില്ല. വിൽപ്പന മാത്രമാണ് സിനിമയുടെ ഒരു വഴി. വിൽക്കാൻ മാത്രമുള്ളതാണ് സിനിമ, നേരം പോക്കിന് മാത്രമുള്ളതാണ് സിനിമ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴല്ല എന്ന് ഒരു ചോദ്യം, വളരെ ലളിതമായ ഒരു ചോദ്യമാണെങ്കിലും നമുക്കത് കാണിക്കാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കൂടുതലൊന്നും ഞാൻ പറയുന്നത് എന്നെ ഓരോ നിമിഷത്തിലും ചേർത്ത് പിടിച്ച ഒരുപാട് മനുഷ്യർ, ഇവിടെ വന്നുപോയ രാവണയടക്കമുള്ള ആളുകൾ. പ്രേംലാൽ പറഞ്ഞ പോലെ രാവിലെ 10 മണിയാകുമ്പോൾ സാഹിത്യ അക്കാദമിയിൽ വരും. ഈ റോഡിൽ എൻ്റെ അഭയ കേന്ദ്രമാണെങ്കിൽ ഇന്നേ വരെ ഒരു പൊറോട്ടയും ചായയും വളർന്ന് കടം പറഞ്ഞിട്ടില്ല എന്നാണ്. ഒരുപാട് ദിവസങ്ങൾ സാഹിത്യ അക്കാദമിയിൽ ഭക്ഷണം കഴിക്കേണ്ടിയിരുന്നു. അപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് നമ്മുടെ നാട്ടിൻപുറത്തുണ്ടാക്കുന്ന ചേർത്ത് നിൽപ്പുകളുണ്ട്. അത് തകർന്നു പോകുമ്പോൾ ഇത്തരം കൂട്ടായ്മകൾ തകർന്നു പോകുന്നതോടുകൂടിയാണ് ഒരു പ്രിയനന്ദനൻ പോലും ഇനി ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങൾ എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരുപാട് കൂട്ടായ്മ നാടാൻ കളിച്ച് ഒരുപാട് ബെഞ്ചിൽ കിടന്നുറങ്ങിക്കൊണ്ട് ഒരുപാട് യാത്ര ചെയ്തുകൊണ്ട് ഒരുപാട് മനുഷ്യരെ കണ്ടതുകൊണ്ടുള്ള ഒരു വലിയ പ്രചോദനമുണ്ട്. നമുക്ക് വേണ്ടി തുറന്നു വെച്ച വായനശാലകളല്ല, അധികം പേരൊന്നും ഇല്ലെങ്കിലും ഒരുപക്ഷെ എനിക്ക് വേണ്ടിയിട്ടായിരിക്കും ആ വായനശാലകൾ തുറന്നു വെച്ചത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെയുള്ള ഒരു കുട്ടിയുണ്ടോ, കാണാനുള്ള കുട്ടികളുണ്ടാവും, അവർക്ക് കേൾക്കാനൊരു ശബ്ദമുണ്ടാവും. ആ ശബ്ദമാണ് സംഘാടനം എന്ന് പറയുന്നത്. ആ ശബ്ദത്തിലേക്കാണ് അവർക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. നിശബ്ദമായ ഒരിടത്തേക്ക് അവർക്ക് കടന്നു വരാനാവില്ല.
നമ്മളൊരു സ്ഥലത്തൊരു ശബ്ദമുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അവരത് എത്തി 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 നോക്കി നോക്കി കടന്നു വരാൻ കഴിയുമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നടന്നിരിക്കുന്ന കൊല്ലൂരിൻ്റെ സാംസ്കാരിക കൂട്ടായ്മയും ഒരു വലിയ ശബ്ദമാണ്. ഈ ശബ്ദങ്ങളിലൂടെയാണ് ആളുകൾ പതുക്കെ പതുക്കെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. ഒരു കാരണവശാലും ഞാൻ എൻ്റെ മാത്രം ഒരു കഴിവാണ് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് മുമ്പേ നടന്നുപോയ ഒരുപാട് മനുഷ്യരുടെ അവരുടേതല്ലാത്ത നേരിട്ടോ അല്ലാതെയുള്ള ഓരോ സ്പർശങ്ങൾ കൊണ്ടാണ് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നത്, എനിക്ക് വളരാൻ പറ്റുന്നത്. ഇനിയും ഞാൻ അങ്ങനെയുള്ള ചലച്ചിത്രങ്ങളിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുക എന്നുള്ളതാണ് എൻ്റെ നിശ്ചയം. അതിനധികം കാലമുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനിയും ബാക്കി വയ്ക്കാൻ പറയുന്ന കുറേ സത്യങ്ങൾ സിനിമയിലൂടെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ വെളിപ്പെടുത്താൻ കഴിയുന്ന കുറേ അപ്രിയ സത്യങ്ങളുണ്ട്. എന്തായാലും അതിനൊക്കെ നേർക്ക് വെച്ച ഒരു കണ്ണാടിയല്ലിയായിരിക്കും എൻ്റെ സിനിമ എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് തരുന്നു. ഈ സ്വീകരണത്തിന് ഇതിന് അവസരം ഒരുക്കി തന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് എൻ്റെ നന്ദി. അടുത്ത